സ്വന്തം പാർട്ടിയെ തുടർച്ചയായ പ്രതിസന്ധിയിലാക്കി നേതൃത്വത്തിന് തലവേദന സൃഷ്ടിച്ച കർണാടക സഹകരണ മന്ത്രി കെ.എൻ. രാജണ്ണയെ ഒടുവിൽ കോൺഗ്രസ് മന്ത്രിസ്ഥാനത്ത് നിന്ന് പുറത്താക്കി. വോട്ട് മോഷണം വിഷയത്തിൽ രാജണ്ണ നടത്തിയ ഏറ്റവും പുതിയ വിവാദ പ്രസ്താവനയാണ് അദ്ദേഹത്തിന്റെ മന്ത്രിസ്ഥാനം തെറിപ്പിച്ചതിന് പിന്നാലെ പ്രധാന കാരണം. അതായത് സ്വന്തം പാർട്ടിയായ കോൺഗ്രസിനെ കുഴപ്പത്തിലാക്കുന്നത് ശീലമാക്കിയ മന്ത്രിയുടെ ശവപ്പെട്ടിയിലെ അവസാനത്തെയാണ്. ഈ പുറത്താക്കൽ യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രി സിദ്ധരാമയ്യയ്ക്കും ഉപമുഖ്യമന്ത്രി ശിവകുമാറിനും ഒരേ ടേണിംഗ് പോയിന്റ് ആണ്. എന്താണെന്ന് വെച്ചാൽ 2023 മുതൽ രാജണ്ണ നിരന്തരമായി നടത്തിവന്ന പരസ്യമായ പ്രസ്താവനകളുടെ പരിസമാപ്തി കൂടിയാണ് ഈ പുറത്താക്കലിലൂടെ ഉണ്ടായത്. രാഹുൽ ഗാന്ധി വോട്ട് മോഷണം ഒരു പ്രധാന വാദമാക്കി തെരഞ്ഞെടുപ്പ് തട്ടിപ്പിനെതിരെ രംഗത്ത് വന്നപ്പോഴും കോൺഗ്രസ് വോട്ടർ പട്ടിക കൈകാര്യം ചെയ്തതിനെ രാജണ്ണ പരസ്യമായി ചോദ്യം ചെയ്തു. 2024 ലോക്സഭാ വോട്ടർ പട്ടിക നമ്മുടെ സർക്കാർ അധികാരത്തിലിരിക്കുമ്പോഴാണ് തയ്യാറാക്കിയത്. എന്തുകൊണ്ടാണ് അവർ കണ്ണടച്ചത് എന്ന് രാജണ്ണ ചോദിച്ചു കഴിഞ്ഞ 2 വർഷമായി രാജണ്ണയുടെ പ്രസ്താവനകൾക്ക് സ്ഥിരമായ ഒരു ഫലമുണ്ടായിട്ടുണ്ട്. അതായത് തന്റെ വാദങ്ങൾ സ്വന്തം പാർട്ടിയെ തന്നെ പ്രതിരോധത്തിലാക്കി. പലപ്പോഴും സിദ്ധരാമയ്യയെയും ശിവകുമാറിനെയും പരസ്യ പ്രസ്താവനകളെ നിഷേധിക്കാനോ പ്രതിരോധിക്കാനോ ഇത് നിർബന്ധിതരാക്കി. അദ്ദേഹത്തിന്റെ വോട്ട് മോഷണം എന്ന വിഷയം ഏറ്റവും പുതിയതും തങ്ങളുടെ പാർട്ടിക്ക് ഏറ്റവും നാശനഷ്ടം ഉണ്ടാക്കുന്നതുമായതിനാൽ കോൺഗ്രസ് ഒടുവിൽ അദ്ദേഹത്തെ പുറത്താക്കാൻ തീരുമാനിക്കുകയായിരുന്നു. രാജണ്ണയെ പാർട്ടിയിൽ നിന്ന് തന്നെ സസ്പെൻഡ് ചെയ്യുന്നതിനെ കുറിച്ച് KPCC മേധാവി ശിവകുമാർ ഹൈക്കമാൻഡുമായി ചർച്ച ചെയ്യുമെന്ന് പാർട്ടി വൃത്തങ്ങൾ പറയുന്നു. രാജണ്ണയുടെ അച്ചടക്ക ലംഘനം പാർട്ടിയുടെ പ്രതിച്ഛായയെ കുറച്ചൊന്നുമല്ല പ്രതികൂലമായി ബാധിച്ചിരിക്കുന്നത്. കർണാടകയിലെ കോൺഗ്രസ് സർക്കാരിന്റെ പ്രവർത്തനങ്ങളെയും നേതൃത്വ മാറ്റത്തെയും കുറിച്ചുള്ള വിഷയങ്ങളിൽ മാധ്യമങ്ങളോട് സംസാരിക്കരുതെന്ന നിരവധി മുന്നറിയിപ്പുകളും വ്യക്തമായ ഉത്തരവുകളും ഉണ്ടായിരുന്നിട്ടും രാജണ്ണ വിവാദങ്ങൾ സൃഷ്ടിക്കുകയും പാർട്ടി അച്ചടക്കം ലംഘിക്കുകയും ചെയ്തു. പാർട്ടി അതിനെ അച്ചടക്കമില്ലായ്മയായും സംസ്ഥാന നേതൃത്വത്തിന് ആവർത്തിച്ചുണ്ടാക്കുന്ന നാണക്കേടുമായാണ് കണ്ടത്. പ്രകോപനങ്ങളുടെ ഒരു നീണ്ട പട്ടിക. കോൺഗ്രസിലെ ഒരു പ്രമുഖ പട്ടികവർഗ സമുദായ നേതാവായ രാജണ്ണ കർണാടക പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മോഹിച്ചിരുന്നു. 2025 ഫെബ്രുവരിയിൽ KPCC അധ്യക്ഷ തെരഞ്ഞെടുപ്പുമായോ കർണാടകയിലെ മുഖ്യമന്ത്രി മാറ്റവുമായോ ബന്ധപ്പെട്ട കാര്യങ്ങളിൽ സംസാരിക്കരുതെന്ന ഹൈക്കമാൻഡിന്റെ വ്യക്തമായ ഉത്തരവ് ലംഘിച്ചുകൊണ്ട് ശിവകുമാറിന്റെ സ്ഥാനത്തെ നേരിട്ട് വെല്ലുവിളിച്ച KPCC പ്രസിഡന്റ് ആക്കിയാൽ മന്ത്രിസ്ഥാനം രാജിവെക്കാൻ തയ്യാറാണെന്ന് രാജണ്ണ പ്രഖ്യാപിച്ചു. ഈ വർഷം മെയ് മാസത്തിൽ അദ്ദേഹം തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ചിരുന്നു. എനിക്ക് ഇതിനകം 75 വയസ്സായി. അടുത്ത തിരഞ്ഞെടുപ്പ് നടക്കുമ്പോഴേക്കും എനിക്ക് 78 വയസ്സുകയും. പക്ഷേ ഞാൻ രാഷ്ട്രീയത്തിൽ സജീവമായി തുടരും. യുവാക്കൾക്ക് അവസരം നൽകണം. നമ്മൾ അവർക്ക് മാർഗനിർദ്ദേശം നൽകണം. തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ നിന്ന് വിട്ടുനിന്നാലും രാഷ്ട്രീയം പൂർണ്ണമായും ഉപേക്ഷിക്കില്ലെന്ന് ആവർത്തിച്ച് രാജണ്ണ പറഞ്ഞു. എന്നാൽ ഈ വർഷം ജൂണിൽ രാഷ്ട്രീയ അട്ടിമറികളെ കുറിച്ച് സൂചന നൽകിയ അദ്ദേഹത്തിന്റെ മറ്റൊരു പ്രസ്താവന കോൺഗ്രസിനെ വീണ്ടും നാണക്കേടിലാക്കി. കർണാടകയിൽ കോൺഗ്രസിനുള്ളിൽ വളരെയധികം അധികാര കേന്ദ്രങ്ങളുണ്ട് അദ്ദേഹം പ്രഖ്യാപിച്ചു. സെപ്റ്റംബറിന് ശേഷം മാറ്റങ്ങൾ സംഭവിക്കാമെന്നും അദ്ദേഹം പറഞ്ഞു. സംസ്ഥാനത്ത് നേതൃത്വ മാറ്റത്തെക്കുറിച്ച് ഇതിനകം തന്നെ ധാരാളം ശബ്ദവും കോപവും ഉണ്ടായിരുന്ന സമയത്ത് സിദ്ധരാമയ്യ തന്റെ ഡെപ്യൂട്ടി ശിവകുമാറിന് ഭരണത്തിന്റെ ബാറ്റൺ കൈമാറുന്നുവെന്ന അഭ്യൂഹങ്ങൾക്കിടയിലാണ് ഈ പ്രസ്താവന നടത്തിയത്. സിദ്ധരാമയ്യ ഇത് പരസ്യമായി തള്ളിക്കളഞ്ഞു. പരാമർശങ്ങൾ അവഗണിക്കുന്നതാണ് നല്ലതെന്ന് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. എന്നാൽ സ്വന്തം മന്ത്രി നേതൃത്വ മാറ്റത്തെക്കുറിച്ച് മറ്റൊരു ഊഹാപോഹങ്ങൾ സൃഷ്ടിച്ചതിൽ സ്വകാര്യമായി അദ്ദേഹം രോക്ഷാകുലനായിരുന്നു. മുഖ്യമന്ത്രിയുടെ അടുത്ത അനുയായിയായും പിന്തുണക്കാരനുമായി അറിയപ്പെടുന്ന സിദ്ധരാമയ്യയെയും രാജണ്ണ വെറുതെ വിട്ടില്ല. 2013-18 കാലഘട്ടത്തിൽ ഒരു അധികാര കേന്ദ്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ പലതുണ്ട്. 1, 2, 3 എത്ര വേണമെന്ന് നിങ്ങൾക്ക് പറയാം. പല അധികാര കേന്ദ്രങ്ങളുള്ളപ്പോൾ കൂടുതൽ തിരക്കും ഉണ്ടാകും. ആ പശ്ചാത്തലത്തിൽ സാഹചര്യത്തിനനുസരിച്ച് അദ്ദേഹം സർക്കാരിനെയും പാർട്ടിയും കൈകാര്യം ചെയ്യേണ്ടി വരുമെന്ന് രാജണ്ണ തന്റെ മൂട് പണിമടഞ്ഞ വാചാലതയിൽ പറഞ്ഞു. കോൺഗ്രസ് അധികാരത്തിലിരുന്ന മുൻ കാലയളവിലെ മുഖ്യമന്ത്രിയുടെ ശൈലിയിൽ നിന്ന് ഇപ്പോൾ മാറ്റം വന്നിട്ടുണ്ടെന്ന് അദ്ദേഹത്തിന്റെ പരാമർശം സൂചിപ്പിക്കുന്നു. നേതൃത്വ മാറ്റത്തിന്റെ കാര്യത്തിൽ തുടരുമ്പോൾ സംസ്ഥാന കോൺഗ്രസ് മേധാവി എന്ന നിലയിൽ ശിവകുമാർ എല്ലാ മന്ത്രിമാർക്കും MLA-മാർക്കും കോൺഗ്രസുകാർക്കും മുഖ്യമന്ത്രി ഉപമുഖ്യമന്ത്രി സ്ഥാനങ്ങളല്ല എങ്കിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടായാൽ മാധ്യമങ്ങളോട് സംസാരിക്കരുതെന്ന് നിർദ്ദേശം നൽകിയപ്പോൾ രാജണ്ണ അദ്ദേഹത്തെ പരസ്യമായി വെല്ലുവിളിച്ചു. പ്രസ്താവനകൾ ഇറക്കുന്നതിൽ എന്താണ് തെറ്റ്? അദ്ദേഹം എനിക്ക് നോട്ടീസ് നൽകട്ടെ. മുന്നറിയിപ്പുകൾ എനിക്ക് പ്രശ്നമല്ല. പാർട്ടി നേതാക്കളോട് അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം സംസാരിക്കാൻ ആവശ്യപ്പെടാൻ കഴിയില്ല. എനിക്ക് നിശബ്ദത പാലിക്കാൻ കഴിയില്ല. തുടർന്ന് ശിവകുമാർ AICCയുടെ പേര് ദുരുപയോഗം ചെയ്യുന്നുവെന്ന് ആരോപിച്ചു. AICCയുടെയും ഹൈക്കമാൻഡിന്റെയും പേര് ദുരുപയോഗം ചെയ്യരുതെന്ന് നമ്മൾ അദ്ദേഹത്തോട് പറയണം. കാരണം അദ്ദേഹം അവരെ എല്ലാത്തിനും ആവർത്തിച്ച് പരാമർശിക്കുന്നു. AICC വന്ന് എല്ലാ വിഷയങ്ങളിലും സംസാരിക്കുമോ? ഇതൊരു ആരോപണമാണോ എന്ന് ചോദിച്ചപ്പോൾ രാജണ്ണ തിരിച്ചടിച്ചു. അതെ, ഇതൊരു ആരോപണമല്ല, മറിച്ച് ഒരു വസ്തുതയാണ് എന്നാണ് മറുപടി നൽകിയത്. മാർച്ചിൽ ബാങ്ക് ചെയർമാനെതിരെ അവിശ്വാസ പ്രമേയം കൊണ്ടുവരുന്നതിൽ എല്ലാ ഡയറക്ടർമാരുടെയും കൂടിയാലോചിക്കേണ്ട ഒരു തീരുമാനം എടുക്കേണ്ട
വിളിക്കേണ്ടതിന്റെ ആവശ്യകത ഉണ്ടായിരുന്നതിനാൽ സ്വന്തം ഓഫീസിൽ വിളിച്ചു ചേർത്ത ഒരു നിർണായക അപ്പെക്സ് ബാങ്ക് യോഗം അദ്ദേഹം ഒഴിവാക്കി. ശിവകുമാറും നിരവധി കോൺഗ്രസ് MLA-മാരും ഉദ്യോഗസ്ഥരും യോഗത്തിനായി ഒത്തുകൂടിയിരുന്നു. എന്നാൽ 1 മണിക്കൂറോളം കാത്തിരുന്ന ശേഷം DCM-ഉം മറ്റ് MLA-മാരും ഒരു ചർച്ചയും നടക്കാതെ രാജണ്ണയുടെ ചേംബറിൽ നിന്ന് പുറത്തുപോകുന്നത് കണ്ടു. നേരത്തെ നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുത്തിട്ടും ഇത് സംഭവിച്ചു. മന്ത്രിയുടെ ആരോഗ്യം പെട്ടെന്ന് വഷളായതായി അദ്ദേഹത്തിന്റെ ഓഫീസ് കാത്തുനിന്ന നേതാക്കളെ അറിയിച്ചു. ഇത് DYFM-നെ നാണക്കേടും കോപവും ഉളവാക്കിയ സംഭവമായിരുന്നു. KN രാജണ്ണയെ പുറത്താക്കിയ നടപടി കർണാടക കോൺഗ്രസിന്റെ ആഭ്യന്തര പ്രശ്നങ്ങൾക്ക് പൂർണ്ണ പരിഹാരമാകൂ എന്നത് കണ്ടറിയേണ്ടിയിരിക്കുന്നു. രാഹുൽ ഗാന്ധി പാർട്ടിയെ ഏകീകരിക്കാനും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയം നേടാനും ശ്രമിക്കുമ്പോൾ ഇത്തരം വിമത സ്വരങ്ങൾ കോൺഗ്രസിന്റെ അടിത്തറ ഇളക്കുമോ എന്ന ആശങ്ക കൂടി നിലനിൽക്കുന്നുണ്ട്. ഈ നടപടി ഒരു പാർട്ടി അച്ചടക്കം ഉറപ്പാക്കുമെങ്കിലും പ്രമുഖ നേതാവിനെ പുറത്താക്കിയത് ചില വിഭാഗങ്ങളെ അതൃപ്തരാക്കിയേക്കാം. ഇത് ഭാവിയിൽ പുതിയ വെല്ലുവിളികൾ സൃഷ്ടിക്കാനും ഒരു വിധത്തിൽ രാഹുൽ മുന്നോട്ട് കൊണ്ടുപോകുന്ന കോൺഗ്രസിന് ഇന്ത്യയിൽ ഇനിയൊരു അധികാര കസേര കിട്ടാനുള്ള അവസരം ഇല്ലാതാകുമോ എന്നും കാത്തിരുന്നു തന്നെ കാണാം.